എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്യർ കലാപത്തെ കുറിച്ചിട്ടാണ്. ഇത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണ്? ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ആദിവാസി കലാപം കൂടി ഏതാണ്? ഈ കുറച്യർ കലാപമാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഈ കുറച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യമാണ് എന്ത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ വട്ടത്തൊപ്പിക്കാരാരാണ്? അതായത് ബ്രിട്ടീഷുകാരെ പറയുന്ന മറ്റൊരു പേരായിരുന്നു എന്ത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത്. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയം അവരുടെ കൂടെയായിരുന്നേനെ. ഈ സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ മലബാറിൻ്റെ സബ് കളക്ടറായ TH ബേബർ ഈ കുറച്ച് കലാപത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. എന്താണ്? ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയം അവരുടെ കൂടെയായിരുന്നേനെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ്? അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു എന്ത് കുറച്യർ കലാപം എന്നത്. ഈ കലാപം നടക്കാനിടയായ സാഹചര്യം അല്ലെങ്കിൽ കാരണങ്ങൾ എന്തായിരുന്നു? പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് അല്ലേ. അത്രയും നാൾ ആരാണ് നികുതി കളക്ട് ചെയ്തത്? പഴശ്ശിരാജയായിരുന്നു. അപ്പോൾ അവർ സാധനങ്ങളായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തത്? നികുതിയായിട്ട് നൽകിയിരുന്നത് അല്ലേ. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ ഈ നികുതി പണമായിട്ട് നൽകാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പം ഇതാണ് പ്രധാനമായിട്ട് പറയപ്പെടുന്ന കാരണം. അതുപോലെ ഈ നികുതി പണമായിട്ട് നൽകാത്തവരുടെ ഭൂമി എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ ഈ വയനാട്ടിലെ ഗോത്രജനതയായ ഈ കുറച്യരുടെയും കുറുമ്പരുടെയും സഹായം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഇത് ആർക്ക്? ബ്രിട്ടീഷുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്തു? ഇവരുടെ സ്ഥലങ്ങൾ അല്ലെ, തുണ്ട് ഭൂമി എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഇതും ഒരു കാരണമായിട്ട് പറയും. പിന്നെ മറ്റൊരു പ്രധാന കാരണമാണ് ഈ ഗോത്രജനത ഫോളോ ചെയ്തിരുന്ന ഒരു കൃഷി രീതിയായിരുന്നു എന്ത്? വെട്ടിച്ചുട്ടു കൃഷി. അപ്പോൾ ഇതിന് അനുവാദം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. അപ്പം ഇത്രയും കാരണങ്ങളാണ് കുറച്യർ കലാപം നടക്കാനായിട്ട് പറയപ്പെടുന്നത് അല്ലേ. എന്തൊക്കെയാണ്? തെറ്റായ നികുതി നയം, നികുതി പണമായിട്ട് നൽകണമായിരുന്നു. ഇനി ഈ നൽകാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിന്നെ ഇവരുടെ ഒരു കൃഷി രീതിയായിരുന്നു വെട്ടിച്ചുട്ടു കൃഷി. അതിന് എന്ത് ചെയ്തു? നിരോധനം ഏർപ്പെടുത്തി. അപ്പം ഇത്രയും കാരണങ്ങളാണ് കുറച്യർ കലാപത്തിലേക്ക് നയിച്ചത്. ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡറാണ് ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അതുപോലെ കുറച്യർ കലാപ സമയത്തെ മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു ആ സമയത്തെ മലബാർ സബ് കളക്ടർ. ഈ കന്നഡ ഭാഷയിൽ കുറച്യറിലെ കുറി എന്ന് പറയുന്നത് എന്താണ്? മല അല്ലെങ്കിൽ ലക്ഷ്യം എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ ചിയാൻ എന്നത് എന്താണ്? ആൾക്കാർ എന്ന മീനിങ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഈ കുറച്യർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? മലൈ ബ്രാഹ്മണർ എന്നത്. എന്താണ്? മലൈ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ കുറച്യരാണ് ഈ മലൈ ബ്രാഹ്മണർ എന്ന് അറിയപ്പെടുന്നത്. വയനാട്, കോട്ടയം, കുറുമ്പ്രനാട്, കൊട്ടിയം ദേവസ്വങ്ങളുടെ അവകാശികളെന്നും ആരറിയപ്പെടുന്നു? കുറച്യർ അറിയപ്പെടുന്നുണ്ട്. ഈ കുറച്യർ എന്ന പേര് പഴശ്ശി രാജാവ് നൽകിയതാണ് എന്ന് കുറച്യരുടെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നുമുണ്ട്. ആരാണ്? പഴശ്ശിരാജ നൽകിയ പേരാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി കലാപം എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഈ തെറ്റായ നികുതി നയമെല്ലാം ആർക്ക്? ഈ ഗോത്രജനതയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ ഇതിനെതിരെ ഇവരെന്ത് ചെയ്തു? മല്ലൂരിൽ മാർച്ച് 25, അതായത് 1812 മാർച്ച് 25 ഈ കുറച്യർ ഒരു ആലോചനാ യോഗം ചേർന്നു. ഇത് പിരിച്ചുവിടാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. അപ്പം ഇതാണ് ഈ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. എന്താണ്? മല്ലൂരിൽ മാർച്ച് 25 ഒരു ആലോചനാ യോഗം ചേർന്നു. അതെന്ത് ചെയ്തു? പോലീസുകാർ ബലം പ്രയോഗിച്ച് അതിനെന്ത് ചെയ്തു? പിരിച്ചുവിടാൻ നോക്കി. അപ്പം ഇതാണ് പ്രധാനമായിട്ട് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാനായിട്ടുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്.
ഈ കുറിച്യ കലാപം എന്നാണ് നടന്നത്? എന്നാണ് 1812 മാർച്ച് 25-നാണ് ഈ കലാപം എന്ത് ചെയ്തത്? സ്റ്റാർട്ടായത്. എവിടെയാണ് നടന്നത്? വയനാട് ജില്ലയിൽ ഗണപതി വട്ടത്തിനടുത്തുള്ള കുറിച്യാട് വനമേഖലയിലാണ് ഈ കലാപം നടക്കുന്നത്. ഈ കുറിച്യർ ലഹളയുടെ ഭാഗമായ മറ്റൊരു ഗോത്ര വിഭാഗമാണ് ആര്? കുറുമ്പർ. അപ്പോൾ ഈ കലാപത്തിൽ 2 ഗോത്ര വിഭാഗങ്ങളാണ് പങ്കെടുത്തത്. ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പരും. ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ആയുധം എന്തായിരുന്നു? അമ്പും വില്ലുമായിരുന്നു സമരായുധമായിട്ട് ഇവർ ഉപയോഗിച്ചത്. ഇനി ഈ സമരത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ആരാണ്? രാമൻ നമ്പിയാണ് അല്ലേ. ഈ രാമനമ്പി പല പേരിൽ എന്താണ്? രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഈ രാമനമ്പി തന്നെയാണ്. ഇദ്ദേഹമാണ് ഈ കലാപത്തിൻ്റെ പ്രധാന ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ പ്രധാന നേതാവായിട്ട് അറിയപ്പെടുന്നത്. മറ്റ് ആദിവാസി നേതാക്കളാണ് ആര്? പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, മാസിലോ ടാടൻ യാമു, വെൺകലോൻ കേളു. ഇവരാണ് പ്രധാനപ്പെട്ട ആദിവാസി നേതാക്കളായിട്ട് പറയുന്നത്. ഇനി ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് നടന്നത്? എന്താണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതുപോലെ ഏലചുരം എന്ന സ്ഥലത്ത് വച്ചിട്ട് കമ്പനിയുടെ പട്ടാളത്തെ എതിരിട്ട് തോൽപ്പിച്ചു. പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്രം മാർച്ച് നടന്നത് എന്തായിട്ടാണ്? ഈ കുറിച്യ കലാപത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത് പറയുന്നത്? പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്ര മാർച്ച്. പിന്നീട് ഈ കലാപം 1812 മെയ് 8-ന് മൈസൂർ സൈന്യവും അതുപോലെ തന്നെ കാനവ സൈന്യവും ചേർന്ന് എന്ത് ചെയ്തു? കലാപത്തെ അടിച്ചമർത്തി. എന്നാണ് 1812 മെയ് 8-നാണ് ഈ കുറിച്യ കലാപം പൂർണ്ണമായിട്ടും അടിച്ചമർത്തിയത്. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചതെന്നാണ്? എന്നാണ്? 1812 മെയ് 1-നായിരുന്നു. 1812 മെയ് 1-ന്. അപ്പോൾ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഡേറ്റ് ആണ് പറയുന്നതാണ്. സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു? 1812 മാർച്ച് 25-നാണ് ഈ കലാപം ആരംഭിച്ചത്. പിന്നീട് 1812 മെയ് 1-ന് ഇതിൻ്റെ പ്രധാന നേതാവായ രാമനമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചു. പിന്നെ 1812 മെയ് 8-നാണ് ഈ കലാപത്തെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തിയത്. കലാപത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട നേതാവ് ആരാണ്? വെൺകലോൻ കേളു ആണ് തൂക്കിലേറ്റപ്പെട്ട നേതാവ്. കലാപത്തിന് പിന്തുണ നൽകിയ സൈനിക സംഘം ആരാണ്? കോൽക്കാരാണ് ഈ കലാപത്തിന് പിന്തുണ നൽകിയ സംഘം ആരാണ്? കോൽക്കാരാണ്. ഈ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരിയാണ് ഈ പുസ്തകം രചിച്ചത് കേട്ടോ. ഏതാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. ആര് രചിച്ച പുസ്തകമാണ്? കുമാരൻ വയലേരി രചിച്ച ഒരു പുസ്തകമാണ് കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.